ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വന്ദനം. കർത്താവിൻ്റെ നാമം മഹിമപ്പെടാൻ നമ്മെ കർത്താവ് ഒരുമിപ്പിച്ചു. കർത്താവിൽ ബലപ്പെടാൻ ഒരു മരം വീഴുമ്പോൾ എല്ലാവരും അറിയും, നാട് മുഴുവനും അറിയും. എന്നാൽ ഒരു മരം, അതേ മരം തന്നെ വളരുമ്പോൾ ആരെങ്കിലും അറിഞ്ഞോ? തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് പോലും, തൊട്ടടുത്ത വീട്ടുകാരന് പോലും അത് അറിയാൻ കഴിഞ്ഞില്ല. വളർച്ച ആരും അറിയാറില്ല, എന്നാൽ തകർച്ചകൾ എല്ലാവരും അറിയും എന്ന് കരുതി നീ ഭാരപ്പെടണ്ട. ദൈവം നിനക്കൊരു വലിയ വളർച്ച വെച്ചിട്ടുണ്ട്. വളർച്ചയ്ക്കൊരു സമയമുണ്ട്, വളരെ സമയം വേണം. എന്നാൽ വീഴ്ചയ്ക്ക്, നാശത്തിന് പെട്ടെന്നാണ്. അതുകൊണ്ട് നാശം നമുക്കുള്ളതല്ല, വളർച്ച നമുക്കുള്ളതാണ്. ഒരു വൃക്ഷം വളരാൻ സമയമെടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതം വളരാൻ, നമ്മുടെ വീട് വളർന്നു വരുവാൻ, അനുഗ്രഹത്തിൽ വളരുവാൻ ദൈവം വച്ചിരിക്കുന്ന നിശബ്ദമായ നാളുകളുണ്ട്. ആ നാളുകളെ നാം അംഗീകരിക്കണം. അത് കർത്താവിൻ്റെ സിസ്റ്റമാണ്. അബ്രഹാമിന് 25 വർഷം മക്കളില്ലായിരുന്നു. 99-ാമത്തെ വർഷം അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന 3 ദൂതന്മാർ ഇങ്ങനെ പറഞ്ഞു, വരുന്ന ആണ്ടിൽ സാറയുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടാകും. എന്താണ്? ദൈവത്തിന് സകലത് സാധ്യമാണെങ്കിൽ സാറയ്ക്ക് ഇത്രയും നാൾ കാത്തിരുന്നത് കൊണ്ട് അവൾക്ക് മാത്രം ഒരു അവസരമുണ്ട്. 1 മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടാകും. പറഞ്ഞില്ലല്ലോ. എന്താണ്? ദൈവം വെച്ചിരിക്കുന്ന അതിര് ദൈവം മാറ്റില്ല. ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റം അത് നിലനിൽക്കുന്ന സിസ്റ്റമാണ്. അയ്യോ, ഞാനത് അന്നത്തേക്ക് വേണ്ടി ഞാനങ്ങനെ ചെയ്തതാണ്, അതില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ദൈവം സിസ്റ്റം മാറ്റിയിട്ടില്ല. ഇന്നും 10 മാസം ചുമന്നേ മതിയാവും. ദൈവം ആരംഭവും അവസാനവുമാണ്. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് വളർച്ചയ്ക്ക് സമയമെടുക്കും. ആത്മീയമായി വളരാൻ സമയമെടുക്കും. വളരണം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് പോയി. എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്ററിൻ്റെ ചർച്ചിൽ. അപ്പം അദ്ദേഹം അവിടെ കയറി നിന്ന് എന്നെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ശുശ്രൂഷയിൽ 30-ലധികം വർഷം പരിചയ സമ്പന്നതയുള്ളൊരു ദൈവദാസൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. എന്നെക്കുറിച്ച് പറഞ്ഞതാണ്. 30 വർഷത്തെ വളർച്ചയുടെ പരിചയ സമ്പന്നത. ഇത് നമ്മെക്കുറിച്ച് ഇനിയും പറയാൻ ആൾക്കാർക്കുണ്ടാകും. കാരണം വർഷങ്ങൾ വിശ്വാസത്തിൽ നിന്നു, പിന്മാറിയില്ല, ഓടിപ്പോയില്ല, നഷ്ടപ്പെട്ടു പോയില്ല, വലഞ്ഞു പോയില്ല, നേരെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിച്ചു. 30 വർഷത്തെ വളർച്ച, 40 വർഷത്തെ വളർച്ച. ഇത് പറയുന്ന ഞാനും നിങ്ങളും വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം കർത്താവ് വെച്ചിട്ടുണ്ട്. കർത്താവിൽ നമുക്ക് ബലപ്പെടാം. ഇന്ന് നമ്മൾ റോമാലേഖനത്തിലേക്ക് വരുന്നു. 5-ാം അധ്യായത്തിൻ്റെ 2 മുതൽ വായിച്ചപ്പോൾ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പ്രത്യാശയെന്ന് പറയുന്നത് ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ. ഇത് നഷ്ടപ്പെട്ടു പോയത് പാപത്താൽ, ആദാമിൽ നിന്ന് പോയത് നമുക്ക് തിരിച്ചു കിട്ടുകയാണ്. നിലനിൽക്കുന്ന, വാഴുന്ന, വർദ്ധിച്ചു പെരുകുന്ന എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തേജസ്സുള്ള ആദാമിന് ദൈവം വെച്ചിരുന്നത് വാഴുക, വർദ്ധിച്ച് പെരുകുക, ഭൂമിയിൽ നിറയുക. അപ്പോൾ തേജസ്സിൻ്റെ പ്രത്യാശ.
ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ നമുക്ക് പ്രശംസിക്കാം. ആ തേജസ് കർത്താവ് നമുക്ക് തന്നതാണ്, സ്വർഗീയമാണ്. അത് കർത്താവ് വീണ്ടെടുത്ത് തന്നതാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ തേജസ് സൗജന്യമാണ്. മോശയുടെ തേജസ് അത് മങ്ങിപ്പോകുന്ന തേജസ് ആയിരുന്നെങ്കിൽ, ഇതാ സ്തേഫാനോസിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഇരിക്കുന്നു. തേജസ്, ദൈവികമായ ആ പ്രൗഢിയിലേക്ക്, ആ ഗ്ലോറിയിലേക്ക് ദൈവം നിന്നെ നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ്. 3-ാമത്തെ വാക്യം, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതായത് വളരുമ്പോൾ, കർത്താവിൽ വളരുമ്പോൾ സഹിഷ്ണുത ആവശ്യമാണ്, കഷ്ടതയുണ്ട്. ഒരു വൃക്ഷം വളരുമ്പോൾ അത് കാറ്റിനെ നേരിടണം, വെയിലിനെ നേരിടണം, പ്രകൃതിയിലെ മാറ്റങ്ങളെ നേരിടണം, ശത്രുക്കളുടെ ഉപദ്രവം, കാട്ടുമൃഗങ്ങളൊക്കെ ചവിട്ടും, മനുഷ്യൻ അതിൻ്റെ കൊമ്പുകൾ ഒടിക്കും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടുവിനൊക്കെ കയറി പിടിക്കും. ഒരു വൃക്ഷത്തിൻ്റെ ഭാവി തീർന്നു പോകുമോ എന്ന രീതിയിലാണ് ഓരോ വൃക്ഷങ്ങളും വളരുമ്പോൾ അവർക്കുമുണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട്. എന്നാൽ എല്ലാ സൃഷ്ടികളും ഈറ്റുനോവോടെ ഇരിക്കുന്നുവെന്ന് ദൈവവചനം പറയുന്നു. ദൈവപുത്രന്മാരുടെ വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നു, മായയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു, അപ്പോൾ തന്നെ വളരുന്നു. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ വളരും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. യേശു ഈ ഭൂമിയിൽ നീണ്ട 30 വർഷം വളർന്ന് അതിനുശേഷമാണ് പിതാവിന് ഇഷ്ടം ചെയ്യാൻ രംഗത്ത് വന്നത്. വളരുക. വലിയ ദൗത്യങ്ങളുള്ളവർ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം വളരുക. ഒന്നുകിൽ നമ്മൾ വളരും, അല്ലെങ്കിൽ വരളും. രണ്ടിനും ഇടയിൽ നിൽക്കാൻ കഴിയില്ല. ചിലർ വിചാരിക്കണം വളരെയും വേണ്ട വരളയും വേണ്ട. ഇല്ല, നിനക്ക് ജീവനുള്ളത് കൊണ്ട് ഒന്നുകിൽ നീ വളരും, അല്ലെങ്കിൽ നീ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് നമുക്ക് കൃപ ലഭിക്കേണ്ടതിന് ധൈര്യത്തോടെ ഈ കൃപാസനത്തിലേക്ക് ധാരാളമായി പ്രവേശനമുള്ള പിതാവിൻ്റെ അടുത്തേക്ക് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണഭൂതനായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു, സറണ്ടർ ചെയ്യുന്നു. കർത്താവേ, എന്നെ കൊണ്ട് എൻ്റെ കുടുംബം കൊണ്ടുപോകാൻ കഴിയില്ല, എന്നെ കൊണ്ട് എൻ്റെ ഭാവിയെ കെട്ടിപ്പണിയാൻ കഴിയില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ജീവിതം മാറും. എത്ര പേര് അത് വിശ്വസിക്കുന്നു? ഒറ്റ വാക്ക് മതി. ആ ശതാധിപൻ അത് തന്നെയാണ് പറഞ്ഞത്, കർത്താവേ, നീ എൻ്റെ പുരക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ലൈഫ് മൊത്തം അടിമുടി മാറും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതേ വാക്ക് തന്നെ പറയുക, കർത്താവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ജീവിതം അടിപൊളി മാറിപ്പോകുവാൻ സ്വർഗമിടയാക്കും. ഇന്ന് ആരോടൊക്കെയുള്ള ദൈവത്തിൻ്റെ ആലോചനയാണത്. ദൈവം നിന്നെ വളർത്തും, നിന്നെ ദൈവം വർദ്ധിപ്പിക്കും, ദൈവം നിന്നെ വിശാലപ്പെടുത്തും. ഇതാ കഷ്ടത സഹിഷ്ണുതയിലേക്ക് നമ്മെ കൊണ്ടുവരും. സഹനശക്തി. കഷ്ടത എന്തിനെ സഹന ശക്തിയാക്കി മാറ്റും. ഏത് കഷ്ടതയും പിന്നത്തേതിൽ സഹിക്കാനുള്ള കഴിവാണ് നമുക്കുണ്ടാക്കി തരുന്നത്. അപ്പോൾ കഷ്ടത സഹനശക്തിയെയും, സഹനശക്തി ആത്മ
ധൈര്യത്തെയും, ആത്മധൈര്യം, അതാണ് സിദ്ധത എന്ന് പറയുന്നത്. ആത്മധൈര്യം തരും. ഒരു വ്യക്തിക്ക് വെറും ധൈര്യം പോരാ, ആത്മധൈര്യം. ഓരോ വിഷയങ്ങളെ നേരിട്ട് ആത്മധൈര്യം ഉണ്ടാകണം. ഒരു വൃക്ഷം വെയിലിനെ, വേനലിനെ, കാറ്റുകളെ, പേമാരികളെ എല്ലാം നേരിട്ടാണ് ഒരു വൃക്ഷം കാതലായ വൃക്ഷമാകുന്നത്, ഫലമുള്ള വൃക്ഷമാകുന്നത്. ഈ വേനൽക്കാലത്ത് മിക്കവാറും വീടുകളിൽ മാവുണ്ട്. ആ മാവ് തണലിന് വേണ്ടിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. എന്നാൽ വേനൽ വരുമ്പോൾ നമ്മൾ ആ മാവിൽ പഴങ്ങൾ തിരയുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. എന്നും പഴങ്ങളില്ല. എന്നാൽ വേനൽ, അസഹനീയമായ ചൂടുള്ളപ്പോൾ, മഴയില്ലാത്തപ്പോൾ, മരത്തിന് വേണ്ടതൊന്നും കൊടുക്കാത്ത സമയത്ത് അത് ഫലം പുറപ്പെടുവിക്കുന്നു. ആത്മനിയന്ത്രണം, കഷ്ടത സഹിക്കാനുള്ള ശക്തി തരുന്നു. സഹിച്ച് സഹിക്കാനുള്ള ശക്തിയുള്ളവരായി മാറും. അടുത്തത്, അത് ആത്മനിയന്ത്രണമുള്ളവരാക്കി നമ്മെ മാറ്റും. ആത്മനിയന്ത്രണം നമുക്ക് പ്രത്യാശ തരും. അതാണ് ആ വാക്യം. ഞാനൊന്നുകൂടി വായിക്കാം. 3-ാമത്തെ വാക്യം, റോമർ 5:3. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എത്ര കഷ്ടം വന്നാലും ഞങ്ങൾക്കൊരു സാധ്യതയുണ്ട്. എത്ര പ്രശ്നം വന്നാലും ഞങ്ങൾക്കെല്ലാം നന്മയാക്കി മാറ്റുന്നൊരു കർത്താവുണ്ട്. എത്ര പേര് അതിനെ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറ്? കർത്താവ് അത് ചെയ്യും. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന ഓരോ വീടുകളിലും നേരിടുന്ന എല്ലാ കഷ്ടതയും സഹിക്കാനുള്ള ശക്തിയും ആത്മനിയന്ത്രണവും പ്രത്യാശയും കൊണ്ട് നിറക്കുന്നതാകട്ടെ. കർത്താവിൽ ആശ്രയിക്കുന്നു, കർത്താവിൻ്റെ ബലത്തിലേക്ക് സമർപ്പിക്കുന്നു. ഓരോ കുടുംബങ്ങളും സൗഖ്യമാകട്ടെ, ഓരോ കുടുംബങ്ങളിലും വിടുതലുകൾ ഉണ്ടാകട്ടെ, തലമുറകളുടെ ഭാവി അത്ഭുതമാകട്ടെ, വരുമാന മാർഗങ്ങളുടെ സ്രോതസ്സുകൾ തുറന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ ബലപ്പെടാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു. सारी सृष्टि पर तेरा अधिकार, तू राजाधिराज है प्रभु। तुझसे जमीन, तुझसे आसमां, जग का तुम्हारे प्रभु। सारी सृष्टि पर तेरा अधिकार, तू राजाधिराज है प्रभु। तुझसे जमीन, तुझसे आसमां, जग का तुम्हारे प्रभु। करते हैं सजदा, इबादत हो तेरी सदा। करते हैं सजदा, इबादत हो तेरी सदा। हजारों जुबानें गाए
आसमान जग का तुम्हारे प्रभु, सारे सृष्टि पर तेरा दीदार, तू राजाधिराज प्रभु, तुझसे जमीन तुझसे आसमान जग का तुम्हारे प्रभु, करते हैं सजदा, इबादत हो तेरी सदा, करते हैं सजदा, इबादत हो तेरी सदा, हजारों ज़बानें गाए तेरा ही नाम दोहराए, यीशु तू पवित्र है, हजारों ज़बानें गाए तेरा ही नाम दोहराए, यीशु तू पवित्र है। ऊंच नीच का ना कोई वजह, तेरे राज में हर किसी का है स्वागत यहाँ, तेरे राज में तेरी रहमत में भी तू लेता है सबको करीब, तेरी रहमत में भी तू लेता है सबको करीब, हो हजारों ज़बानें गाए तेरा ही नाम दोहराए, यीशु तू पवित्र है, हजारों ज़बानें गाए तेरा ही नाम दोहराए, यीशु तू पवित्र है, हजारों ज़बानें गाए तेरा ही नाम दोहराए, यीशु तू पवित्र है, हजारों ज़बानें गाए तेरा ही नाम दोहराए, यीशु तू पवित्र है, करते हैं सजदा, इबादत हो तेरी
पवित्र, यीशु तू पवित्र है, यीशु तू पवित्र